ബഹുമാന്യരെ, ചമ്പാട് വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ പ്രസിഡന്റ് ശ്രീ പി സുവർണൻ, സെക്രട്ടറി ശ്രീ കെ ഹരിദാസൻ, വായനശാലയുടെ മറ്റ് പ്രവർത്തകരെ, പ്രിയ നാട്ടുകാരെ, വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, ഞാൻ ന്യൂമാഹി MM ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകൻ, അതോടൊപ്പം ചീഫ് ഓഫീസർ NCC MP ബാബു, ഈ വായനശാലയുടെ പ്രതിമാസ പരിപാടിയുടെ ഭാഗമായി ഒരു ക്ലാസ് നൽകണം എന്ന് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കരിയർ ഗൈഡൻസ് എന്ന ഒരു വിഷയവുമായാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. ആദ്യമായി എല്ലാവരെയും ഈ ക്ലാസ്സിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യട്ടെ. ഇന്ന് നമ്മുടെ രക്ഷിതാക്കളുടെ ഇടയിലുള്ള ഏറ്റവും വലിയ ആശങ്ക, മക്കൾ 10ാം ക്ലാസ് അല്ലെങ്കിൽ സ്കൂൾ വിദ്യാഭ്യാസം അല്ലെങ്കിൽ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് ഇനി എന്ത് എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമാണ്. ഈ ആശങ്ക നേരത്തെ വളരെ ചെറുതായിരുന്നു. പക്ഷെ ഇന്ന് അത്യാധുനിക വിവര സാങ്കേതിക വിദ്യയുടെ ഈ ഒരു കാലഘട്ടത്തിൽ തന്റെ മകൾ ഏത് കോഴ്സിലാണ് ചേരേണ്ടത്, ഉപരിപഠനത്തിന് വേണ്ടിയിട്ട് ഏത് സ്ഥാപനത്തിലേക്കാണ് പോകേണ്ടത്, അല്ലെങ്കിൽ ഏതിനാണ് ജോലി സാധ്യത കൂടുതൽ എന്നിങ്ങനെയുള്ള ആശങ്കകൾ വർദ്ധിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇത് ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കാരണം ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു കുട്ടി 12ാം ക്ലാസ് കഴിയാറാകുമ്പോഴല്ല അവന്റെ അഭിരുചി തിരിച്ചറിയേണ്ടത്. മറിച്ച് പുതിയ തലമുറയുടെ ഈ ഒരു സാഹചര്യത്തിൽ, ഒരു കാലഘട്ടത്തിൽ വളരെ നേരത്തെ തന്നെ അവന്റെ കഴിവുകൾ കണ്ടെത്തി ആ വിദ്യാർത്ഥിക്ക് ഏറ്റവും ഇണങ്ങുന്ന പഠന മാർഗം ഏതാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അതിനായി ദീർഘകാല മുന്നൊരുക്കം ആവശ്യമായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വളരെ നേരത്തെ തന്നെ അതിന്റെ മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട് എന്നർത്ഥം. വിദഗ്ധർ പറയുന്നത് ഒരു കുട്ടിക്ക് 10 വയസ്സാകുമ്പോൾ തന്നെ അവനിൽ സർഗവാസനകളും അല്ലെങ്കിൽ അഭിരുചികളും തെളിഞ്ഞു വരും എന്നതാണ്. ഉദാഹരണമായി ചിത്രരചന കഴിവ്, ഒരു കുട്ടിയുടെ ചിത്രം വരക്കാനുള്ള കഴിവ്, അതുപോലെ തന്നെ സംഗീതത്തിലുള്ള കഴിവ്, ഇത്തരം കഴിവുകളൊക്കെ തന്നെ നമ്മൾ നേരത്തെ തിരിച്ചറിയാറുണ്ട്. അതുപോലെ കുട്ടിയിലുള്ള മറ്റ് സർഗവാസനകള്, ഗണിതത്തിലുള്ള അഭിരുചി, അതുപോലെ തന്നെ മറ്റ് കലാപ്രവർത്തനങ്ങൾ, ഇതെല്ലാം തന്നെ നമുക്ക് നേരത്തെ തിരിച്ചറിയാൻ കഴിയുമെങ്കിൽ ആ കുട്ടി അല്ലെങ്കിൽ ആ കുട്ടിയെ ഏത് പഠന മാർഗത്തിലേക്കാണ് അയക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് സ്ഥാപനത്തിലേക്കാണ് പറഞ്ഞുവിടേണ്ടത്, അല്ലെങ്കിൽ ആ സ്ഥാപനത്തിലേക്കുള്ള പ്രവേശന മാർഗങ്ങൾ എന്തൊക്കെയാണ്, ഈ വക കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് നേരത്തെ വിവരങ്ങൾ ശേഖരിച്ചു വെക്കാൻ കഴിയും എന്നുള്ളത് കാണാൻ സാധിക്കും. എന്തായാലും ഇവിടെ നമ്മൾ ഒരു കാര്യം ഓർക്കുക, കുട്ടിയുടെ താല്പര്യം എന്താണ്, അത് രക്ഷിതാവിന് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ, ഈ വക കാര്യങ്ങളെല്ലാം ഒത്തുപോകുമ്പോൾ മാത്രമാണ് ഏറ്റവും നല്ല ഒരു പഠനമാർഗം ഒരു കുട്ടിക്ക് തിരഞ്ഞെടുത്ത് കൊടുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുകയുള്ളൂ. ഇന്ന് നമുക്ക് അറിയാം, മെഡിക്കൽ, പാരാമെഡിക്കൽ, എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. അതോടൊപ്പം തന്നെ പരമ്പരാഗത കോഴ്സുകൾക്കും അതിൻ്റെതായിട്ടുള്ള സ്ഥാനമുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ഏറ്റവും സാധ്യത കൂടിയൊരു മേഖല കൂടിയാണ് IT മേഖല. എന്ത് കോഴ്സ് തിരഞ്ഞെടുക്കണം, എവിടെ പഠിക്കണം, ഏത് സ്ഥാപനത്തിലേക്കാണ് അഡ്മിഷൻ നേടേണ്ടത്, ഈ വക കാര്യങ്ങളൊക്കെ തന്നെ തീരുമാനിക്കേണ്ടത് വിദ്യാർത്ഥിയും രക്ഷിതാവും മാത്രമാണ്. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഏറ്റവും നല്ല മാർഗനിർദ്ദേശം ലഭിക്കുന്ന ഒരു കുട്ടിക്ക് ഏറ്റവും നല്ല പഠന മാർഗത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയും എന്നുള്ളത് നമുക്ക് കാണാൻ
ഇന്ത്യൻ സേനയുടെ ഒരു ചെറിയ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഓഫീസറാണ് ഞാൻ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും സേനയിലേക്ക് ചേരണം എന്നൊന്നും എനിക്ക് പറയാൻ കഴിയില്ല. എന്നാലും ഇന്ത്യൻ സേനയിലേക്ക് ആകർഷിക്കാവുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ എനിക്ക് കഴിയും. 10th സ്റ്റാൻഡേർഡ്, ഹയർ സെക്കൻഡറി, അതുപോലെ തന്നെ കോളേജ് വിദ്യാഭ്യാസം, ഈ യോഗ്യത നേടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരുപാട് അവസരങ്ങൾ ഇന്ത്യൻ സേന മുന്നോട്ട് വെക്കുകയാണ്. ഇന്ത്യൻ സേന എന്താണ്, ഇന്ത്യൻ സേനയിലെ വിഭാഗങ്ങൾ എന്തൊക്കെയാണ്, ഇന്ത്യൻ സേനയിലേക്ക് എങ്ങനെയാണ് ചേരാൻ കഴിയുക, ഇത്തരം കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. പക്ഷേ ഇന്ത്യൻ സേനയെക്കുറിച്ച് സംസാരിക്കുക എന്നുള്ളത് ഒരുപാട് സമയം ആവശ്യമുള്ള ഒരു കാര്യമാണ്. കാരണം ഇന്ത്യൻ സേന പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന ഒരു വലിയ മഹാപ്രസ്ഥാനമാണ്. അതുകൊണ്ട് വളരെ ചുരുക്കിയ രൂപത്തിലാണ് ഞാനിവിടെ ഇന്ത്യൻ സേനയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അപ്പൊ എന്താണ് ഇന്ത്യൻ സൈന്യം, ഇന്ത്യൻ മിലിറ്ററി എന്താണ്? ഇന്ത്യൻ സൈന്യത്തെ നമുക്ക് 4 വിഭാഗമാക്കി മാറ്റാം. ഇന്ത്യൻ മിലിറ്ററിയുടെ 4 വിഭാഗങ്ങൾ: ഒന്ന് കരസേന, ഇന്ത്യൻ ആർമി; 2 നാവികസേന, നാവി; 3 വ്യോമസേന, ഇന്ത്യൻ എയർഫോഴ്സ്; 4 തീര സംരക്ഷണ സേന, കോസ്റ്റ് ഗാർഡ്. ഇങ്ങനെ 4 വിഭാഗങ്ങൾ ഉൾപ്പെടുന്നതാണ് ഇന്ത്യൻ സേന അല്ലെങ്കിൽ ഇന്ത്യൻ മിലിറ്ററി. ഇന്ത്യയുടെ സുരക്ഷയ്ക്കും തീര സംരക്ഷണത്തിനുമാണ് ഈ ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഇന്ത്യൻ സേന രൂപീകരിച്ചിട്ടുള്ളത്. ഇന്ത്യൻ സേനയുടെ പരമാധികാരി എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രസിഡന്റാണ്, രാഷ്ട്രപതിയാണ് ഇതിന്റെ പരമാധികാരി. നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് ഇന്ത്യൻ മിലിറ്ററിയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ സേനയുടെ ഒരു പ്രധാനപ്പെട്ട വിഭാഗമായിട്ടുള്ള ഇന്ത്യൻ ആർമിയെ കുറിച്ചാണ് അല്ലെങ്കിൽ ഇന്ത്യൻ കരസേനയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് വിശദീകരിക്കുന്നത്. എന്താണ് കരസേന? കരസേനയുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? കരസേനയുടെ ചരിത്രം എന്താണ്? കരസേനയുടെ വിഭാഗങ്ങൾ ഏവ? എന്താണ് കണ്ടോൺമെന്റ് ഏരിയ എന്താണ്? കരസേനയുടെ കമാൻഡുകൾ ഏതൊക്കെയാണ്? കരസേനയിലെ റാങ്കുകൾ ഏതൊക്കെയാണ്? കരസേനയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് എങ്ങനെയാണ് നടക്കുന്നത്? കരസേനയിലെ പരിശീലന കേന്ദ്രങ്ങൾ എവിടെയൊക്കെയാണ്? കരസേനയുടെ ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ്? കരസേനയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് ഏതാണ്? ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ പോയിന്റുകളെല്ലാം ചർച്ച ചെയ്യണമെങ്കിൽ ഒരുപാട് സമയം ആവശ്യമായിട്ടുണ്ടാവും. പക്ഷേ വളരെ ചുരുക്കിയ രൂപത്തിലാണ് ഇവിടെ ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞു തരുന്നത്. ശ്രദ്ധാപൂർവം ഇത് കേൾക്കുക. എന്താണ് കരസേന? ഇന്ത്യയുടെ ഭൂതല സൈനിക പ്രവർത്തനങ്ങളുടെ ചുമതലയുള്ള സേനാ വിഭാഗമാണ് കരസേന എന്ന് പറയുന്നത്. അപ്പോൾ കടൽ, ആകാശം എന്നീ മേഖലയിൽ സൈനിക സേവനം നടത്താൻ പ്രത്യേക വിഭാഗങ്ങളുണ്ട്. ഇന്ത്യയുടെ ഭൂമിയുടെ ഉപരിതലത്തിലെ സൈനിക പ്രവർത്തനങ്ങളുടെ ചുമതലയാണ് കരസേന നിർവഹിക്കുന്നത്. 11 ലക്ഷത്തിലേറെ സ്ഥിര അംഗങ്ങളും 10 ലക്ഷത്തിലധികം റിസർവ് അംഗങ്ങളും ഉൾപ്പെടുന്ന ലോകത്തിലേക്ക് തന്നെ ഏറ്റവും വലിയ 2ാമത്തെ കരസേന വിഭാഗമാണ് ഇന്ത്യൻ കരസേന അല്ലെങ്കിൽ ഇന്ത്യൻ ആർമി. 1ാം സ്ഥാനം ഇപ്പോഴും ചൈനയാണ്. അടുത്തത് ഇന്ത്യൻ കരസേനയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ ആർമിയുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായും 5 ധർമ്മങ്ങളാണ് കരസേനയ്ക്ക് നിർവഹിക്കാനുള്ളത്. 1 അതിർത്തി സംരക്ഷണം, സേവ് ദ ബോർഡർ. 2 സമാധാന പരിപാലനം, പീസ് കീപ്പിംഗ് ഓഫ് ദ കൺട്രി. 3 രാജ്യസുരക്ഷ, എൻഷുർ നാഷണൽ സെക്യൂരിറ്റി. 4
തീവ്രവാദ പ്രവർത്തനങ്ങൾ തടയുക, പ്രിവെന്റ് ടെററിസ്റ്റ് ആക്ടിവിറ്റീസ്. 5 ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുക, റിലീഫ് ആക്ടിവിറ്റീസ്. ഇത്തരം 5 പ്രധാനപ്പെട്ട ധർമ്മങ്ങളാണ് ഇന്ത്യൻ ആർമിക്ക് നിർവഹിക്കാനുള്ളത്. അടുത്തത് ഇന്ത്യൻ കരസേനയുടെ ചരിത്രത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. ഇന്ത്യൻ കരസേനയുടെ ചരിത്രം ഒരു വലിയ ചാപ്റ്ററാണ്. അതൊന്നും നമുക്കിവിടെ പറയാൻ കഴിയില്ല. 1895 ഏപ്രിൽ 1 ഇന്ത്യൻ കരസേന സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. മേജർ സ്ട്രിംഗർ ലോറൻസ് ആണ് കരസേനയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തെ തുടർന്ന് നിലവിലുള്ള സേനയെ 2 വിഭജിക്കുകയും ഒരു ഭാഗം പാകിസ്ഥാന് കൈമാറുകയും ചെയ്തു. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം കുറച്ചു കാലം ബ്രിട്ടീഷ് ഭടന്മാർ, പട്ടാളക്കാർ ഇന്ത്യൻ സൈന്യത്തിൽ തന്നെ നിലനിന്നു. പിന്നീട് ബ്രിട്ടീഷ് പട്ടാളക്കാരെ തിരിച്ചയക്കുകയും ചെയ്തു. 1949 ജനുവരി 15 ഇന്ത്യക്കാരനായിട്ടുള്ള ജനറൽ KM കരിയപ്പ ഇന്ത്യയുടെ സർവ്വസൈന്യാധിപനായിട്ട് വരുന്നു. അതോടെയാണ് ഇന്ത്യൻ സൈന്യം പൂർണ്ണമായിട്ടും ഇന്ത്യക്കാരുടേതായിട്ട് മാറിയത്, അല്ലെങ്കിൽ ഭാരതീയമായിട്ട് മാറ്റപ്പെട്ടത്. എല്ലാ ബ്രിട്ടീഷുകാരും അതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടുകൊണ്ടുള്ള ആദ്യത്തെ ഇന്ത്യക്കാരുടേതായിട്ടുള്ള ഒരു പട്ടാളം രൂപീകൃതമാവുകയാണ്. ആ ഓർമ്മയ്ക്കായിട്ടാണ് എല്ലാ വർഷവും ജനുവരി 15 കരസേനാ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. അടുത്തത് ആർമിയുടെ, അതായത് കരസേനയുടെ വിഭാഗങ്ങളെ കുറിച്ചാണ് പറയുന്നത്. 1 റെഗുലർ ആർമി, 2 റിസർവ് ആർമി, 3 ടെറിട്ടോറിയൽ ആർമി, 4 നാഷണൽ കാഡറ്റ് കോർ അഥവാ NCC. റെഗുലർ ആർമിയിൽ തന്നെ 17ഓളം ഉപവിഭാഗങ്ങൾ ഉണ്ട്. ആ 17 ഉപവിഭാഗങ്ങളുടെ പേര് മാത്രമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നത്. അത് വിശദമായിട്ട് പറയാനുള്ള സമയം നമുക്ക് ഇല്ല. റെഗുലർ ആർമിയുടെ ഏതാനും ചില ഉപവിഭാഗങ്ങളിൽ ഒന്നാമത്തേത് കവചിത സേന, അല്ലെങ്കിൽ ആംഡ് കോർപ്സ്. 2 പീരങ്കിപ്പട, അതായത് ആർട്ടിലറി ബാറ്ററി, പീരങ്കിപ്പട. 3 കാലാൾപ്പട അല്ലെങ്കിൽ ഇൻഫാൻട്രി. 4 കോർ ഓഫ് എഞ്ചിനീയേഴ്സ്. 5 കോർ ഓഫ് സിഗ്നൽസ്. 6 ആർമി സപ്ലൈ കോർ. അതുപോലെ ആർമി ഓർഡിനൻസ് കോർ. 8ാമത്തത് ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കോർ. ഇങ്ങനെ 17ഓളം ഉപവിഭാഗങ്ങൾ ഈ വിഭാഗത്തിൽ കാണാൻ കഴിയും. അടുത്തത് ആർമിയുടെ അല്ലെങ്കിൽ കരസേനയുടെ കണ്ടോൺമെന്റുകൾ എന്താണ്? കണ്ടോൺമെന്റുകൾ? അതായത് സൈനികരെ ഒരു പ്രത്യേക സ്ഥലത്ത് സ്ഥിരമായി താമസിപ്പിച്ച് അച്ചടക്കം, സൈനിക ജീവിത അന്തരീക്ഷം എന്നിവ പ്രദാനം ചെയ്യുന്ന സൈനിക താവളങ്ങളെയാണ് കണ്ടോൺമെന്റുകൾ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ആകമാനം 62 കണ്ടോൺമെന്റ് പ്രദേശങ്ങൾ ഉണ്ട്. നമ്മുടെ കേരളത്തിലെ കണ്ണൂരാണ് അത് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് കരസേനയുടെ കമാൻഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായും ആർമിക്ക് അല്ലെങ്കിൽ കരസേനയ്ക്ക് 7 കമാൻഡുകളുണ്ട്. 1 സദേൺ കമാൻഡ്, അതിന്റെ ആസ്ഥാനം പൂനെയാവുന്നു. 2 വെസ്റ്റേൺ കമാൻഡ്, വെസ്റ്റേൺ കമാൻഡിന്റെ ആസ്ഥാനം ചണ്ഡീഗഡ് ആണ്. 3 നോർത്തേൺ കമാൻഡ്, അതിന്റെ ആസ്ഥാനം ഉധംപൂർ ആണ്. 4ാമത്തത് സെൻട്രൽ കമാൻഡ്, അതിന്റെ ആസ്ഥാനം ലക്നൗ. 5ാമത്തത് ഈസ്റ്റേൺ കമാൻഡ്, അതിന്റെ ആസ്ഥാനം കൊൽക്കത്ത. 6ാമത്തത് സൗത്ത് വെസ്റ്റ് കമാൻഡ്, സൗത്ത് വെസ്റ്റേൺ കമാൻഡ്, അത് ജയ്പൂരാണ് അതിന്റെ ആസ്ഥാനം. 7ാമത്തെ കമാൻഡ് ആർമി ട്രെയിനിങ് കമാൻഡ്, അത് ഷിംലയാണ് അതിന്റെ ആസ്ഥാനം. ഇങ്ങനെ 7
കമാൻഡുകളാണ് ഇന്ത്യൻ ആർമിക്ക് ഉള്ളത്. അടുത്തത് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് കരസേനയിലെ അല്ലെങ്കിൽ ആർമിയിലെ ഉദ്യോഗസ്ഥരുടെ റാങ്കുകളെ കുറിച്ചാണ്. ഇന്ത്യൻ ആർമിയിൽ ഒന്ന് ആക്റ്റീവ് വിഭാഗമുണ്ട്, അതുപോലെ റിസർവ് വിഭാഗവുമുണ്ട്. ആക്റ്റീവ് വിഭാഗത്തിലെ പ്രധാനമായിട്ടും 3 റാങ്കിൽപ്പെട്ട ഉദ്യോഗസ്ഥന്മാരാണ് ഉള്ളത്. ഒന്ന് കമ്മീഷൻ ഓഫീസർമാർ, 2 ജൂനിയർ കമ്മീഷൻ ഓഫീസർമാർ, 3 ജവാന്മാർ അല്ലെങ്കിൽ OR അതർ റാങ്ക്സ്. ഇങ്ങനെ 3 വിഭാഗമാണ് ആക്റ്റീവ് വിഭാഗത്തിൽ ഉള്ളത്. ഓരോ വിഭാഗത്തിലെയും റാങ്കുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. കമ്മീഷൻ ഓഫീസർ റാങ്കുകൾ. ഏറ്റവും ഉയർന്നത് ഫീൽഡ് മാർഷൽ, അത് ഓണററി റാങ്കാണ്. 2 ജനറൽ, തൊട്ട് താഴെ ലഫ്റ്റനന്റ് ജനറൽ, അതിന് തൊട്ട് താഴെ മേജർ ജനറൽ, പിന്നെ ബ്രിഗേഡിയർ, അതിന് താഴെ കേണൽ, അതിന് താഴെ ലഫ്റ്റനന്റ് കേണൽ, അതിന് താഴെ മേജർ, അതിനും താഴെ ക്യാപ്റ്റൻ. ഏറ്റവും താഴെയുള്ള കമ്മീഷൻ ഓഫീസർ റാങ്ക് എന്ന് പറയുന്നത് ലഫ്റ്റനന്റ് ആണ്. അടുത്തത് ജൂനിയർ കമ്മീഷൻ ഓഫീസേഴ്സ് റാങ്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും ഉയർന്ന ജൂനിയർ കമ്മീഷൻ ഓഫീസർ റാങ്ക് എന്ന് പറയുന്നത് സുബേദാർ മേജർ, അതിന് തൊട്ട് താഴെ സുബേദാർ, അതിനും താഴെ നായിക് സുബേദാർ, നായിക് സുബേദാർ. ഇനി മൂന്നാമത്തെ റാങ്കിൽപ്പെട്ടത് മറ്റ് റാങ്കുകളാണ്, അതർ റാങ്ക്സ്. അതർ റാങ്ക്സിൽ അല്ലെങ്കിൽ OR ഏറ്റവും ഉയർന്നത് ഹവിൽദാർ, അതിന് തൊട്ട് താഴെ നായിക്, മൂന്നാമത്തത് ലാൻസ് നായിക്, 4 ജവാൻ. ഇങ്ങനെയാണ് അതർ റാങ്ക്സ് വരുന്നത്. ഇത്രയാണ് ആക്റ്റീവ് വിഭാഗത്തിലെ റാങ്കുകളുടെ നില. അടുത്തത് കരസേനയിലേക്ക് അല്ലെങ്കിൽ ആർമിയിലേക്ക് എങ്ങനെയാണ് റിക്രൂട്ട്മെന്റ് നടത്തപ്പെടുന്നത് എന്നുള്ളതാണ്. നമ്മളെല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ആർമിയിലേക്കുള്ള പ്രവേശനം. എങ്ങനെയാണ് ആർമിയിൽ ചേരാൻ സാധിക്കുക? അപ്പോൾ കരസേനയിലേക്ക് ജവാന്മാരെ തെരഞ്ഞെടുക്കുന്നതിനായിട്ട് ഓരോ സംസ്ഥാന തലസ്ഥാനങ്ങളിലും സ്ഥാപനങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കായികക്ഷമതാ പരീക്ഷ, എഴുത്ത് പരീക്ഷ, ഇന്റർവ്യൂ അല്ലെങ്കിൽ കൂടിക്കാഴ്ച എന്നിവയിലൂടെയാണ് റിക്രൂട്ട്മെന്റ് ഘട്ടം പൂർണ്ണമാകുന്നത്. അങ്ങനെ തെരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികളെ പരിശീലനത്തിന് വേണ്ടി അയക്കുകയും പരിശീലനം വിജയകരമായി പൂർത്തിയായാൽ അവരെ ആർമിയുടെ അല്ലെങ്കിൽ കരസേനയുടെ യൂണിറ്റുകളിൽ നിയമിക്കപ്പെടുകയും ചെയ്യുന്നു. ഇനി കമ്മീഷൻ ഓഫീസർമാരെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്? കമ്മീഷൻ ഓഫീസർമാരെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി UPSC യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, അതുപോലെ SSB സർവീസ് സെലക്ഷൻ ബോർഡ് എന്നീ സ്ഥാപനങ്ങൾ അതിന്റെ ചുമതല വഹിച്ചു വരികയാണ്. അതുപോലെ NDA നാഷണൽ ഡിഫൻസ് അക്കാദമി, രാഷ്ട്രീയ ഇന്ത്യൻ മിലിറ്ററി കോളേജ്, നാഷണൽ കാഡറ്റ് കോർ അതായത് NCC എന്നിവയിൽ നിന്നും കമ്മീഷൻ ഓഫീസർമാരെ തിരഞ്ഞെടുക്കാറുണ്ട്. അടുത്തത് ആർമിയിലെ അല്ലെങ്കിൽ കരസേനയിലെ പ്രധാനപ്പെട്ട പരിശീലന കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ട്രെയിനിങ് സെന്റേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം. പ്രധാനമായിട്ടും 22 പരിശീലന കേന്ദ്രങ്ങൾ ആർമിയുടെ ഭാഗമായിട്ട് പ്രവർത്തിച്ചു വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ പേരുകളൊന്നും ഞാനിപ്പോൾ പറയാൻ പോകുന്നില്ല. ഏതാനും കുറച്ച് പരിശീലന കേന്ദ്രങ്ങളുടെ പേരുകളാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. ഒന്ന് ഇന്ത്യൻ മിലിറ്ററി അക്കാദമി IMA ഇന്ത്യൻ മിലിറ്ററി അക്കാദമി. 2 നാഷണൽ ഡിഫൻസ് അക്കാദമി നാഷണൽ ഡിഫൻസ് അക്കാദമി NDA. അടുത്തത് ഡിഫൻസ് സർവീസ് സ്റ്റാഫ് കോളേജ് DSSC ഡിഫൻസ് സർവീസ് സ്റ്റാഫ് കോളേജ്. 4 രാഷ്ട്രീയ ഇന്ത്യൻ മിലിറ്ററി കോളേജ് RIMC രാഷ്ട്രീയ ഇന്ത്യൻ മിലിറ്ററി കോളേജ്. 5 ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമി OTA ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമി.
ആറാമത്തത് ആർമി കേഡറ്റ് കോളേജ്. ആർമി കേഡറ്റ് കോളേജ് ACC. 7 ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജ്. ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജ് AFMC. 8ാമത്തത് സ്കൂൾ ഓഫ് ആർട്ടിലറി SOA. സ്കൂൾ ഓഫ് ആർട്ടിലറി. ഇങ്ങനെ 22ഓളം പരിശീലന കേന്ദ്രങ്ങൾ ആർമിക്കുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അടുത്തത് കരസേനയിൽ ഒരു ഉദ്യോഗസ്ഥന് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ ഒരു ജവാന് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. കരസേനയിൽ ഒരുപാട് ആനുകൂല്യങ്ങൾ അതിൽ ചേരുന്ന വ്യക്തികൾക്ക് ലഭിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്നാമത്തത് ജോലി സുരക്ഷയാണ്. അതോടൊപ്പം കുടുംബ സുരക്ഷയും ഉറപ്പ് വരുത്തുന്നു. അടുത്തത് വിരമിക്കൽ ആനുകൂല്യങ്ങൾ. വിരമിക്കൽ ആനുകൂല്യങ്ങൾ ലഭിക്കുകയാണ്. പിന്നെ ശമ്പള ആനുകൂല്യങ്ങൾ. ശമ്പളം വളരെ ആകർഷകമായിട്ടുള്ള ശമ്പളമാണ് നൽകി വരുന്നത്. അതുപോലെ ഉന്നത പഠന സാധ്യത. ഉന്നത പഠനം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇതിൽ ചേർന്ന് കഴിഞ്ഞാൽ അതിനുള്ള സാധ്യതയും നമുക്ക് കാണാൻ കഴിയും. അടുത്തത് സമാനതകളില്ലാത്ത പ്രസക്തി ലഭിക്കുന്നു. പിന്നെ വിശിഷ്ട സേവനങ്ങൾക്ക് ബഹുമതി ലഭിക്കുന്നു. അതുപോലെ സൗജന്യ മെഡിക്കൽ സൗകര്യം, അതുപോലെ മിലിറ്ററി കാന്റീൻ സൗകര്യം, ഇങ്ങനെ നിരവധി ആനുകൂല്യങ്ങൾ നൽകുന്ന ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ ആർമി അല്ലെങ്കിൽ ഇന്ത്യൻ കരസേന. അവസാനമായിട്ട് നമുക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ത്യൻ ആർമിക്ക് ഔദ്യോഗികമായിട്ടുള്ള ഒരു വെബ്സൈറ്റ് ഇപ്പോൾ നിലവിലുണ്ട്. ആ വെബ്സൈറ്റിലൂടെയാണ് മിക്ക റിക്രൂട്ട്മെന്റുകളും വിജ്ഞാപനങ്ങളും ആപ്ലിക്കേഷൻ നൽകപ്പെടുന്നത്. ആ വെബ്സൈറ്റിൽ തുറന്ന് കയറിയാൽ നമുക്ക് അതിൽ എല്ലാ കാറ്റഗറിയിലും പെട്ട ഉദ്യോഗങ്ങൾക്കുള്ള ഓപ്ഷനുകൾ കാണാൻ സാധിക്കുന്നു. ആ വെബ്സൈറ്റിലൂടെ നമുക്ക് ആർമിയിലേക്കുള്ള എൻട്രി എളുപ്പമാക്കിത്തീരുകയും ചെയ്യുന്നു. ആ വെബ്സൈറ്റിന്റെ പേര് ഞാനിപ്പോൾ പറയാം. www.joinindianarmy.nic.in എന്ന വെബ്സൈറ്റാണ് ഔദ്യോഗിക വെബ്സൈറ്റ്. ഇന്ത്യൻ ആർമിയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. അതായത് ഇന്ത്യൻ കരസേനയുടെ ആസ്ഥാനം ന്യൂഡൽഹി ആകുന്നു. അതുപോലെ ഇന്ത്യൻ കരസേനയുടെ മേധാവി ചീഫ് ഓഫ് ദി ആർമി സ്റ്റാഫ് COAS, ചീഫ് ഓഫ് ദി ആർമി സ്റ്റാഫ് എന്നാണ് അറിയപ്പെടുന്നത്. ഇനി ഇന്ത്യൻ കരസേനയിലേക്ക് വനിതകൾക്കും ഒരുപാട് അവസരങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഇതുവരെ ഷോർട്ട് സർവീസ് കമ്മീഷൻ എന്ന നിലയിലാണ് വനിതകൾ പ്രവർത്തിച്ചു വന്നിരുന്നത്. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് സുപ്രീം കോടതിയുടെ ഒരു സുപ്രധാനമായിട്ടുള്ള വിധിയുണ്ട്, നിങ്ങൾ കേട്ടിരിക്കും. അതായത് ആർമിയിൽ പോരാട്ട യൂണിറ്റുകൾ ഒഴികെ സ്ത്രീകളെ സ്ഥിരം നിയമനം നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു വിധിയായിരുന്നു. വളരെ സുപ്രധാനമായിട്ടുള്ള വിധിയാണ്. അത് വനിതകളെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു വിധിയാണ്. അതുകൊണ്ട് തന്നെ വനിതകൾക്ക് ഒരുപാട് അവസരങ്ങൾ വീണ്ടും ആർമി തുറന്നു കൊടുക്കുകയാണ്. മറ്റൊരു കാര്യം ഓർക്കുക, ആർമിയിലേക്ക് ചേരാനുള്ള ഒരു എളുപ്പ മാർഗം കൂടിയാണ് നാഷണൽ കേഡറ്റ് കോർ അഥവാ NCCയിൽ അംഗമാവുക എന്നുള്ളത്. സ്കൂളുകൾ, കോളേജുകൾ തുടങ്ങിയ സ്ഥാപനങ്ങളിലെല്ലാം തന്നെ NCC യൂണിറ്റുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ധാരാളം ആൺകുട്ടികളും പെൺകുട്ടികളും ഇതിന്റെ ഭാഗമായി പ്രവർത്തിച്ചു വരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങളെ ഉപയോഗപ്പെടുത്തുക, അതുവഴി നമുക്ക് ആർമിയിലേക്കുള്ള എൻട്രി കുറച്ചുകൂടി എളുപ്പമാക്കി തീരും എന്നുള്ളതിൽ സംശയമില്ല. ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും ഇന്ത്യൻ ആർമിയെ കുറിച്ച് അല്ലെങ്കിൽ ഇന്ത്യൻ കരസേനയെ കുറിച്ച് വളരെ വ്യക്തമായ ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പലർക്കും സംശയം തോന്നിയേക്കാം, എന്തിനാണ് കരസേനയെ കുറിച്ച് ഇത്രയും വിശദീകരിച്ച് പറഞ്ഞത്? മറ്റൊന്നുമല്ല,
നമ്മൾ ഏത് കോഴ്സ് തിരഞ്ഞെടുത്താലും ഏത് ജോലി തിരഞ്ഞെടുത്താലും അതിനെക്കുറിച്ച് വളരെ വ്യക്തമായ ധാരണ ഉണ്ടായെങ്കിൽ മാത്രമേ വിജയത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ എന്നുള്ളതിൽ സംശയമില്ല. എന്തായാലും ആർമിയിലേക്കുള്ള അതിലേക്ക് ആകർഷിക്കാനുള്ള ഒരു സൂചന മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് തന്നത്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തെ സേവിക്കാനുള്ള ഏറ്റവും നല്ല ഒരു അവസരമാണ്. ആ അവസരം ആരും പാഴാക്കരുത്. പരമാവധി ആളുകൾ ഇത് ഉപയോഗപ്പെടുത്തുക, ആർമിയിലേക്ക് ചേരാൻ ശ്രമിക്കുക. എല്ലാവർക്കും നല്ലൊരു ഭാവി ജീവിതം ആശംസിക്കുകയാണ്. നന്ദി, നമസ്കാരം, താങ്ക് യു. ഇത്തരം ഒരു ക്ലാസ് ഇവിടെ കൈകാര്യം ചെയ്യാൻ അവസരം ഒരുക്കി തന്ന ചമ്പാട് വായനശാല ആൻഡ് ഗ്രന്ഥാലയം അതിൻ്റെ പ്രവർത്തകർക്ക് ഒരുപാട് നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.